കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് മതിയാവും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട്. രാവിലെ നമുക്ക് മാവൊന്നുമില്ലാതിരിക്കുന്ന സമയം ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും തയ്യാറാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കണം എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു സമയത്തൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയുടെ അളവൊന്നും നമുക്ക് പറയാം, ഞാൻ അങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ അളവ്, എത്രയാണോ വേണ്ടത്, മാവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൊടിയെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ മാവിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ദോശ ചൂടുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം അതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഒന്ന് കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പെട്ടെന്ന് അടിച്ചെടുക്കുമ്പോൾ ഒരു കട്ട പിടിച്ച് മിക്സിയും കേടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് വെള്ളമാക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളമാക്കരുത്, അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ ഈ ഒരു അളവിൽ ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്കിതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ കുട്ടികൾക്ക് മുട്ടയുടെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമാവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു മുട്ട എടുത്തത്. മുട്ട എത്രയും കൂട്ടുന്നോ അത്രയും സോഫ്റ്റും അത്രയും ടേസ്റ്റും കൂട്ടും. അപ്പോൾ മാവൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഉപ്പൊന്നും പിന്നെ ഇടേണ്ട ആവശ്യം വരുന്നിട്ടില്ല. പിന്നെ കറക്റ്റ് അളവാക്കുക. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസും വേണ്ട. അപ്പോൾ ചൂടായി വന്ന പാനിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ദോശ ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് കനലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ, കനത്തിൽ ഉണ്ടാക്കരുത്. അപ്പോൾ ചൂടിൻ്റെ അളവ്, നമ്മൾ പാനിൻ്റെ ചൂടിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അധികം ചൂടായിപ്പോയാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം, അതുപോലെ നെയ്യ് തേച്ച് കൊടുക്കാം, പിന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലാകുമ്പോൾ ഒന്നും കൂടി ഒരു പൊറോട്ടേൻ്റെ ടേസ്റ്റ് വരും. പിന്നെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയാൻ പറ്റില്ല, മൈദ ഒരുപാട് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തയ്യാറാക്കുക. അതുപോലെ നെയ്യാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ തൂവി കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു കളറ് വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ എണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. ചൂട് നന്നായിട്ട് കിട്ടുമ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നമ്മുടെ ആ പൊറോട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും, പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ദോശയ്ക്ക് കേട്ടോ. പിന്നെ ഈ ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ദോശയ്ക്ക് കറിയൊന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് ചൂടോടെ കഴിക്കാൻ പറ്റും. കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ശരിക്കും നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾ മറക്കാതിരിക്കുക. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും നല്ലതാണ്. പിന്നെ അതേപോലെ നെയ്യും തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നന്നായിട്ട് പൊന്തി നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശ തന്നെയാണിത്. സാധാ ഒരു ദോശ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വളരെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് എടുക്കുക കേട്ടോ, ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ അടുത്ത മാവ് ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് പൊള്ളമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എത്ര പൊള്ളം വരുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ദോശ കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എണ്ണ തൂവി കൊടുക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ദോശ ഉണ്ടാക്കാൻ ഇത്രയും നേരം വൈകിപ്പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.